ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു ഫേസ് പാക്ക് ആയിട്ടാണ് കേട്ടോ. ഫേസൊക്കെ അത്യാവശ്യം ഇപ്പോൾ എൻ്റെ നല്ല ഡാർക്കൺ അടിച്ചിട്ടുണ്ട്. ഞാൻ ഡെയിലി ഇപ്പോൾ പുറത്ത് പോകുന്നുണ്ട്. അപ്പോൾ ടാൻ വന്നവർക്കാണെങ്കിലും ഫേസ് കുറച്ച് ബ്രൈറ്റൺ ആവണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളി ഫേസ് പാക്കാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയായിട്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആദ്യം വേണ്ടത് ചെറുപയർ പൊടിയാണ്. ഇത് ഞാൻ തന്നെ വീട്ടിൽ സ്വന്തമായിട്ട് പൊടിച്ച ചെറുപയർ പൊടിയാണ് കേട്ടോ. അപ്പോൾ ചെറുപയർ പൊടി നമ്മൾ പൊടിക്കുമ്പോൾ നന്നായിട്ട് കഴുകി ഉണക്കുകയാണെങ്കിൽ നല്ലതാണ്, അല്ലെങ്കിൽ നന്നായിട്ട് തുടച്ചിട്ടെടുക്കാം. അപ്പോൾ അത്യാവശ്യം ഇത്രയും ചെറുപയർ കാണുന്നുണ്ടോ. പാലാണ് കേട്ടോ, നല്ല പശുമ്പാലാണ്, പച്ചയാണ് കേട്ടോ. തിളപ്പിച്ച പാലൊന്നല്ല, നല്ല പച്ച പശുമ്പാൽ ഒഴിക്കുന്നുണ്ട്. കുറച്ച് ഒഴിച്ചാൽ മതി. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേരക്കയുടെ ഇലയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടി നീര് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി ഫേസൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് വന്നാണ്. മേക്കപ്പ് ഒന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ അപ്ലൈ ചെയ്യുന്ന സമയത്ത്. പിന്നെ കണ്ണിന് ചുറ്റും ഇട്ട് കൊടുക്കാം. പിന്നെ പാലായതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി എന്തെങ്കിലും സ്കിന്നിൽ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിനനുസരിച്ച് അതിലേക്ക് പേരക്കയുടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പാൽ ഒഴിച്ച് കൊടുക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ പാൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ പേരക്കയുടെ ഇലയുടെ ജ്യൂസാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തത്. അപ്പോൾ നന്നായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫേസിൽ നെക്കിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ നൈറ്റ് ഇടുന്നതാണ്, എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നെക്കിൽ അധികം അപ്ലൈ ചെയ്യാത്തത്, ഫേസിൽ മാത്രം അപ്ലൈ ചെയ്യുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ മാറ്റം നെക്കും ഫേസും തമ്മിൽ നോക്കുമ്പോൾ ഇതിൻ്റെ മാറ്റം പെട്ടെന്ന് മനസ്സിലാവാനും പറ്റും. അപ്പോൾ അത് നന്നായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കണ്ണാടിയിൽ പോയിട്ട് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് ഒരു 20 മിനിറ്റിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. ഞാനൊരു 20 മിനിറ്റിന് ശേഷം ഒരു കോട്ടൺ തുണി ഉപയോഗിച്ച് തുടയ്ക്കാൻ കേട്ടോ. അപ്പോൾ തുടയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും കഴുത്തിലെയും മുഖത്തിൻ്റെയും കളർ ചേഞ്ച്. അപ്പം നല്ലൊരു റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതെന്നെ വെച്ച് മുഖത്തൊന്ന് സ്ക്രബ് ചെയ്യുക. ഞാൻ ഓൾറെഡി ഫേസ് 2 ദിവസം മുന്നേ സ്ക്രബ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആഴ്ചയിൽ 1-2 ദിവസം മാത്രം സ്ക്രബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് ഡെയിലി ഇടുന്നവരാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ദിവസം മാത്രം സ്ക്രബ് ചെയ്യുക. ബാക്കിയുള്ള ദിവസം ഇട്ട് കളഞ്ഞിട്ട് സാധാ വെള്ളത്തിൽ തന്നെ വാഷ് ഔട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയിട്ടൊന്ന് മുഖം കഴുകിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ഗ്ലോ വന്നിട്ടുണ്ട് മുഖത്ത്. ആദ്യത്തെ ദിവസം ഇടുമ്പോൾ നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയാം കേട്ടോ. പിന്നത്തെ ദിവസങ്ങളൊന്നും സ്ക്രബ് ചെയ്യേണ്ട, സാധാരണ പോലെ വാഷ് ചെയ്താൽ മതി. പച്ചവെള്ളത്തിൽ തന്നെ വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്